നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇനി UDF യോഗങ്ങളിലേക്കില്ലെന്ന് ആർ ബാലകൃഷ്ണപിള്ള. UDF തന്നെ പുറത്താക്കട്ടെ. കെ എം മാണിക്കെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ഉപഭോക്തൃ കോടതികൾ ഭരിക്കുന്ന മന്ത്രിക്കെതിരെ 2 അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയിരുന്നതായും പിള്ള പറഞ്ഞു. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ തന്റെയും VSന്റെയും നിലപാട് ഒന്നാണെന്നും പിള്ള വ്യക്തമാക്കി. തെറ്റാൻ ചെയ്തില്ല, പിന്നെ എങ്ങനെ തിരുത്തുന്നത്? ഏത് തെറ്റാ? മന്ത്രിമാർ കൈക്കൂലി മേടിക്കുന്നു എന്ന് പറഞ്ഞത് തെറ്റാണോ? ഇനി UDF യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് ബാലകൃഷ്ണപിള്ള വ്യക്തമാക്കി. UDF തന്നെ പുറത്താക്കട്ടെ. അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്നതിൻ്റെ പേരിൽ UDF വിടണമെങ്കിൽ എന്നെ പുറത്താക്കിക്കൊള്ളട്ടെ, എനിക്ക് പരാതിയില്ല. ഞാൻ ഇനി UDFൻ്റെ യോഗത്തിന് പോകുകയില്ല. ഇന്നലെ എന്നെ വിളിക്കാതെ ഈ കൊള്ളരുതായ്മകൾ കാണിച്ചവരുടെ മുമ്പിലേക്ക് ഇനി ഞാനില്ല. ഉമ്മൻചാണ്ടി വേണം മറുപടി പറയാൻ. ചാവേറായ തങ്കച്ചനെ കൊണ്ട് മറുപടി പറയിക്കരുത്. മാണിക്കെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ആരോപണങ്ങൾ പ്രത്യേക ഏജൻസി അന്വേഷിക്കണം. ഒരു മന്ത്രി അഴിമതി കാണിച്ചു എന്ന് തെളിയിക്കാൻ സർക്കാരിൻ്റെ രേഖകളും ലഭ്യമാകുന്ന വിശ്വസനീയമായ സാക്ഷിമൊഴികളുമാണ് നിയമപ്രകാരം സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിക്കാതെ തെളിവ് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞാൽ ഇത് തെളിവ് കൊണ്ടുവരട്ടെ, കൊടുത്ത ആൾ രസീത് കൊടുത്ത് കാശ് മേടിച്ചിട്ടുണ്ട്. കെ എം മാണി മാത്രമാണ് അഴിമതിക്കാരൻ എന്ന് പറയുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് പിള്ള പരിഹസിച്ചു. ഉപഭോക്തൃ കോടതികളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിക്കെതിരെ 2 അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയതായി ബാലകൃഷ്ണപിള്ള വെളിപ്പെടുത്തി. ഒരു മന്ത്രിക്കെതിരെ കേരള കോൺഗ്രസ് ബി വിജിലൻസ് കോടതിയിൽ അഴിമതിക്ക് കേസ് കൊടുക്കും. ഉപഭോക്തൃ കോടതി ആരുടെ കീഴിലാണ് വരുന്നത്? അയാൾക്കെതിരായിട്ടാണ് ഞാൻ രണ്ട് ഉമ്മൻചാണ്ടിക്ക് എഴുതി കൊടുത്തത്. ഉമ്മൻചാണ്ടി നേരിട്ട് ആരോടെങ്കിലും കൈക്കൂലി വാങ്ങിച്ചതായി ഒരറിവും എനിക്കില്ല. ഉമ്മൻചാണ്ടി നേരിട്ട് കൈക്കൂലി മേടിച്ചെന്നല്ലാതെ ബാക്കി ആരെങ്കിലും വാങ്ങിച്ചു കൊണ്ടു കൊടുത്തു എന്ന് ഞാനെങ്ങനെ അറിയുന്നത്? 10 വർഷം മുൻപ് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ നടന്നത് തെറ്റായിപ്പോയി. മുഖ്യമന്ത്രി ഞാനുമായിട്ട് യാതൊരു സുഖവും ഇല്ല. എത്രയോ കാലമായിട്ട് ഞങ്ങൾ തമ്മിൽ അകൽച്ചയാണ്. 10 കൊല്ലമായിട്ട് ഇയാളെ മുഖ്യമന്ത്രിയാക്കാൻ പോയുടെ മുതൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. VSന്റെയും പിണറായിയുടെയും ക്ഷണം സ്വീകരിച്ച് LDFലേക്ക് പോകുമോ എന്ന ചോദ്യത്തോട് ബാലകൃഷ്ണപിള്ള ഇങ്ങനെ പ്രതികരിച്ചു. അല്ല, അതിപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ആണുങ്ങളെല്ലാം ഒന്നും ചെയ്യിക്കരുത്. എനിക്കിപ്പോൾ സംശയമുണ്ട്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ബന്ധുത്വവും ശത്രുതയും ഇല്ല, സ്ഥിരമായ താല്പര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെയും അച്യുതാനന്ദൻ്റെയും താല്പര്യം അഴിമതികൾ പുറത്തു കൊണ്ടുവരികയും അഴിമതിക്കെതിരായി ഫൈറ്റ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് അച്യുതാനന്ദനും ഞാനും തമ്മിൽ ചേരുന്നതിൽ ഒരു അപാകതയുമില്ല. എനിക്ക് അഭിമാനമേ ഉള്ളൂ. വാർത്താ സമ്മേളനത്തിൽ പലപ്പോഴും ഇടത് ചായ്വ് പ്രകടമാക്കി ഇടത് മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചായിരുന്നു ബാലകൃഷ്ണപിള്ളയുടെ സംസാരം. നഷ്ടപ്പെടാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം, അതാണ് ഇപ്പോൾ എൻ്റെ മുദ്രാവാക്യം. അഴിമതി വിരുദ്ധ പോരാട്ടം അതിശക്തമായി തുടരുമെന്ന് വ്യക്തമാക്കിയാണ് പിള്ള വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. 10 കൊല്ലമായിട്ട് എൻ്റെ വാ താഴിട്ട് പൂട്ടിയിരിക്കുക, ഞാൻ ഒന്ന് തുറക്കുക. അത് റിപ്പോർട്ടർ, തിരുവനന്തപുരം. ബാലകൃഷ്ണപിള്ളയ്ക്ക് വേണമെങ്കിൽ UDFൽ തുടരാമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. UDFൽ തുടരണമെങ്കിൽ മിതത്വം പാലിക്കണം. അതേസമയം പിള്ള UDFന്റെ സമുന്നത നേതാവാണെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. മുന്നണിയിൽ തുടരണമെങ്കിൽ ബാലകൃഷ്ണപിള്ള മിതത്വം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. UDFൽ തുടരണമോ എന്ന് തീരുമാനമെടുക്കേണ്ടത് പിള്ള തന്നെയാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. UDFൽ തുടരുന്നതിന്റെ ആ മിതത്വം പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തുടരാം. അതല്ല എങ്കിൽ അത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കും. മുന്നണി സംവിധാനം മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. പിള്ളയുടെ പ്രസ്താവനകൾ UDF പരിശോധിക്കണം. ബാലകൃഷ്ണപിള്ള ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UDFന് വിരുദ്ധമായിട്ടോ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നതിന് വിരുദ്ധമായിട്ടോ വല്ലതും ഉണ്ടെങ്കിൽ അത് UDF നേതൃത്വം പരിശോധിച്ച് തീരുമാനം. എന്നാൽ ബാലകൃഷ്ണപിള്ള UDFന്റെ സമുന്നത നേതാവാണ് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ആരെങ്കിലും UDFൽ നിന്ന് കിട്ടുമെന്ന് കരുതി ഏതായാലും CPM ഒറ്റാലിട്ട് കാത്തിരിക്കേണ്ട. ജയിലിൽ കിടന്നപ്പോൾ സഹായിക്കാൻ NSS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് പിള്ള മറക്കരുതെന്ന് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. ഈ ബാലകൃഷ്ണപിള്ള അകത്ത് കിടന്നുണ്ടെന്നപ്പോൾ ബാലകൃഷ്ണപിള്ളയെ സഹായിക്കാൻ ആരാ ഉണ്ടായിരുന്നു? അദ്ദേഹത്തിന് എ ക്ലാസ് സൗകര്യങ്ങൾ ജയിലിൽ കൊടുത്തത് NSS ഇടപെട്ടിട്ടാണ് കൊടുത്തത്. പിള്ളയ്ക്ക് പുറത്തു പോകണമെങ്കിൽ പോകാമെന്നും രക്തസാക്ഷി പരിവേഷത്തോടെ പോകാമെന്ന് കരുതേണ്ടെന്നും കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ജോണി നെല്ലൂർ പറഞ്ഞു. അതേസമയം അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ പിന്തുണയ്ക്കുമെന്ന് TM തോമസ് ഐസക് MLA പറഞ്ഞു. പിള്ളയെ സ്വീകരിക്കുന്ന കാര്യം LDF കൂട്ടായി തീരുമാനിക്കുമെന്നും ഐസക് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ ലാലി വിൽസന്റെ KPCC വൈസ് പ്രസിഡന്റ്, ഒപ്പം ജോസഫ് പുതുശ്ശേരി, കേരള കോൺഗ്രസ് നേതാവ് ജേക്കബ് ജോർജ്, മാധ്യമപ്രവർത്തകരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീമതി ലാലി വിൽസന്റെ,
പരമാവധി അനുനയത്തിന്റെ പാത സ്വീകരിക്കുകയാണ് UDF നേതൃത്വം. PK കുഞ്ഞാലിക്കുട്ടിയെ ചുമതലപ്പെടുത്തുക കൂടി ചെയ്തു. ബാലകൃഷ്ണപിള്ളയെ അനുനയിപ്പിക്കാൻ അദ്ദേഹത്തോട് താക്കീത് നൽകാതെ അസംതൃപ്തി മാത്രമാണ് രേഖപ്പെടുത്തി പരമാവധി മയപ്പെടുത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ ആ അനുനയത്തോട് നിഷേധാത്മക സമീപനം സ്വീകരിക്കുകയാണ് പിള്ള. അസംതൃപ്തി തൃപ്തിയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ല. കടുത്ത നിലപാടുമായി തന്നെ തുടരാൻ പോകുന്നു. ഇനി എങ്ങനെയാണ് നിങ്ങൾ പിള്ളയെ അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നത്? അല്ല, അദ്ദേഹം ഓൾറെഡി അക്കോമഡേറ്റഡ് ആണല്ലോ. ഇനി എന്തിനാ അക്കോമഡേറ്റ് ചെയ്യുന്നത്? അദ്ദേഹം പുറത്തുമല്ല. അദ്ദേഹത്തിന് UDFന്റെ ഭാഗവാക്കായി നാം ബഹുമാനിക്കുകയും അദ്ദേഹത്തിന് അർഹമായ മാന്യത നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഇത്രയും മുതിർന്ന നേതാവായ ഞാൻ പുറത്തേക്ക് പോകണമോ അല്ല അകത്ത് തന്നെ UDFന്റെ കെട്ടുറപ്പിനുള്ളിൽ ഭദ്രമായി നിൽക്കണമോ എന്നുള്ള കാര്യം. 5 വർഷം ഭരണം പൂർത്തിയാക്കി സന്തോഷമായി ജനങ്ങളെ നേരിടാനുള്ള ഉത്തരവാദിത്വം UDFന്റെ ഭാഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹമാണ് ഇത്രയും കാലം UDF അദ്ദേഹത്തിന് നൽകിയ അക്കോമഡേഷനെ കുറിച്ചും UDFന്റെ അകത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ബഹുമാനത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മകന് ലഭിച്ചിട്ടുള്ള ബഹുമാനത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സത്യസന്ധമായ അനുഭാവപൂർണമായ തീരുമാനം എടുക്കണമെന്ന് UDF ആഗ്രഹിക്കുന്നു. അദ്ദേഹം അഴിമതിക്കെതിരെ യുദ്ധം ചെയ്യുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് ശ്രീ തോമസ് ഐസക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെയല്ലേ ഒരു കാലത്ത് അദ്ദേഹത്തെ ജയിലിലിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളും? അദ്ദേഹം ഒരിക്കൽ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയതും ആരാണ്? എല്ലാം അദ്ദേഹത്തിന് തന്നെ സ്വയം വിശകലനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിന് ശേഷിയുണ്ട്, അതിനുള്ള ചിന്താശക്തിയുണ്ട്. UDF താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷം കഴിഞ്ഞ് ജനങ്ങളെ നേരിടാൻ പോകുമ്പോൾ അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും അഴിമതിയുടെ കറയില്ലാത്ത ഒരു ഭരണകൂടം എന്ന നിലയ്ക്ക് സമീപിക്കണ്ടേ? അപ്പോൾ ഈ സർക്കാരിനകത്ത് നടക്കുന്ന ചില അഴിമതിയുടെ കഥകൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമ്പോൾ അത് അന്വേഷിക്കാതെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാതെ പിള്ളയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയാൽ അതിന് വഴങ്ങുന്നില്ല എന്നതാണ് പിള്ളയുടെ നിലപാട്. ഞാൻ പറയുന്ന അഴിമതി കാര്യങ്ങളിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്തൂ, എന്നിട്ട് അഴിമതിക്കാരെ മാറ്റി നിർത്തൂ എന്ന അങ്ങേയറ്റം ധീരോദാത്തമായ നിലപാട് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം. അതിനെ ഈ തരത്തിലാണോ കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങൾ? മാത്രം അത് ശരിയാകുമോ? അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ മകൻ അസംബ്ലിയിലും എന്തോ ഒക്കെ പറയാൻ ശ്രമിച്ചു. അവർക്ക് കോടതി നടപടികൾ സ്വീകരിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. UDFൽ അദ്ദേഹത്തിന് തെളിവ് സഹിതം ഇന്ന അഴിമതികൾ ഇന്ന ആളുകൾ ചെയ്തു എന്ന് പറയുന്നതിന് എന്താണ് തടസ്സം? എല്ലാ മന്ത്രിമാരും ഇരിക്കലെ, എല്ലാ ഘടകകക്ഷികളും ഇരിക്കലെ, കോൺഗ്രസും ഇരിക്കലെ അദ്ദേഹത്തിന്റെ ഈ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇതെല്ലാം പറയാമല്ലോ. മുഖ്യമന്ത്രിയുടെ കാതിൽ ചെന്ന് രഹസ്യം പറഞ്ഞു, മുഖ്യമന്ത്രി അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ അപക്വമായ ഒരു അഭിപ്രായമാണ്. മുഖ്യമന്ത്രി അന്വേഷിക്കുന്നുണ്ടോ, രഹസ്യമായി അന്വേഷിക്കുന്നുണ്ടോ, അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ, അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിന് സമയപരിധി ഇനിയുമുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം ചിന്തകൾ വേണ്ടേ? ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ചെന്ന് എവിടെയോ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? ഒരു സ്വകാര്യ സംഭാഷണത്തിലൂടെ അദ്ദേഹം പറഞ്ഞ കാര്യം പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് ഏൽക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം മുമ്പ് ആരുടെ മുമ്പിലും അവതരിപ്പിച്ചില്ല? അതാണ് ശ്രീ ജേക്കബ് ജോർജ്, ഇക്കാര്യത്തിൽ ബാലകൃഷ്ണപിള്ള ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇനിയിപ്പോൾ ഏതായാലും UDFൽ നിന്ന് പണി കിട്ടുമെന്ന് ഉറപ്പായി. അപ്പോൾ പരമാവധി അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും UDF നേതൃത്വത്തെ തള്ളിപ്പറയുകയും ചെയ്ത് അങ്ങേയറ്റം ഒരു രക്തസാക്ഷി പരിവേഷമുണ്ടായി UDFൽ നിന്ന് പുറത്തു പോകാം എന്ന ലക്ഷ്യമായിരിക്കുമോ പിള്ളക്ക് ഇനിയുള്ളത്? അല്ല, UDF രാഷ്ട്രീയത്തിന്റെ ഒരു സ്വകാര്യമുഖമാണ് ബാലകൃഷ്ണപിള്ള. കാരണം UDF രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പല പാർട്ടികളും നേതാക്കന്മാരാണ്, നേതാക്കന്മാരുടെ അനുസൃതമായതാണല്ലോ ഈ ബാലകൃഷ്ണപിള്ളയുടെ കോൺഗ്രസൊക്കെ. അവരുടെ ഒക്കെ ലക്ഷ്യം തനിക്ക് ഇതിനകത്ത് എന്നുള്ളതാണ്. വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് UDFിനകത്ത് കാണാൻ കഴിയുന്നത്. ഓരോ നോക്കുന്നത് ഒരു പ്രതിസന്ധി ഉണ്ടായാലും ഇല്ലെങ്കിലും തനിക്കെന്ത് കിട്ടും, ജോർജിന്റെ ആഗ്രഹം തനിക്കെന്ത് കിട്ടും, പാർട്ടിക്കോ തന്റെ ജനങ്ങൾക്കോ കേരളത്തിനോ എന്ത് കിട്ടും എന്നുള്ളതല്ല, ഗവൺമെന്റിന് എന്ത് കിട്ടും എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ബാലകൃഷ്ണപിള്ളയ്ക്ക് നമുക്ക് നിസ്സംശയം പറയാം, ഈ കലങ്ങിയ വെള്ളത്തിൽ ഗണേഷ് കുമാർ ബാലകൃഷ്ണപിള്ള ഉന്നയിക്കുന്ന ചോദ്യം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ജോസഫ് മുതുശ്ശേരി, ബാലകൃഷ്ണപിള്ളയോട് കടുത്ത അതൃപ്തിയുണ്ട് മുന്നണി നേതൃത്വത്തിന് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം മുന്നണിയുടെ മര്യാദകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറയുകയും അദ്ദേഹത്തെ മുന്നണിക്കകത്ത് നിലനിർത്തുകയും ചെയ്യുകയാണ്. ഒപ്പം മുസ്ലിം ലീഗിൻ്റെ നേതാവായ മന്ത്രിയായ PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ അനുനയത്തിന് വഴങ്ങാൻ പിള്ള ഉദ്ദേശിക്കുന്നില്ല.
മറിച്ച് കെ എം മാണിക്കെതിരെ അടക്കം ഉയർത്തിവിട്ടിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം പരാമർശിച്ച കാര്യങ്ങളിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ മുന്നണിയുടെ സ്ഥാപക നേതാവെന്ന് അവകാശപ്പെടുന്ന ഒരു നേതാവ്, ഈ മുന്നണിക്കകത്ത് പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവും മന്ത്രിയുമായ കെ എം മാണി അഴിമതിക്കാരനാണെന്ന നിലപാട് എടുക്കുകയും അത് പരസ്യമായി പറഞ്ഞ് തുടരുകയും ചെയ്യുകയാണ്. അത് ആർ ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ചുള്ള കാര്യം UDF ഇന്നലെ വിശദമായി ചർച്ച ചെയ്യുകയും UDFന്റെ തീരുമാനം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൺവീനർ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും അക്കാര്യം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് UDFുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു നിലപാടും കാര്യങ്ങളും അതാണ്. ഞങ്ങൾ UDFിലെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് UDFന്റെ തീരുമാനങ്ങളെ മാനിച്ചും അംഗീകരിച്ചും മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് UDF ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു UDFന്റെ നിലപാട് ഇതാണ്, പിന്നെ എന്ത് വേണം എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് എന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമുണ്ട് എന്ന് കരുതുന്നില്ല. പിന്നെ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ആരോപണങ്ങളെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ ആദ്യ സ്ഥിരീകരണം നടത്തി. പിറ്റേന്ന് അദ്ദേഹം പറഞ്ഞു ഞാനിത് അങ്ങനെ പറഞ്ഞിട്ടില്ല, കേട്ടുകേഴ്വിയുടെ പേരിലാണ് ഞാനിത് പറഞ്ഞത്, പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് കാശ് കൊടുത്തതിനെ കുറിച്ചാണ് പറഞ്ഞതെന്നൊക്കെ അദ്ദേഹം തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെയുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുമ്പോൾ 2-3 ദിവസങ്ങൾക്കുള്ളിൽ നടന്ന നിങ്ങളുടെ ഫയൽ തന്നെ പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാര്യങ്ങളിൽ അങ്ങനെ ഒരു പിന്നെ വലിയ ഒരു അതിമഹത്വം നൽകാനുള്ള ഒരു ശ്രീമതി ലാലി വിൽസന്റെ ഇക്കാര്യത്തിൽ എന്നെ വേണമെങ്കിൽ ഈ മുന്നണി പുറത്താക്കട്ടെ, ഞാൻ പുറത്തു പോകുന്ന പരിപാടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന മുന്നണി മര്യാദ അത് ആ നിലയ്ക്ക് പാലിക്കാൻ പിള്ള ഉദ്ദേശിക്കുന്നുമില്ല. ഇനിയും ഈ സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് വിറച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. മര്യാദയ്ക്കാണെങ്കിൽ പിള്ളയ്ക്ക് തുടരാമില്ലെങ്കിൽ പിള്ള എന്തു വേണമെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ എന്നാണ്. പിള്ള പോകണമെങ്കിൽ നിങ്ങൾ പുറത്താക്കേണ്ടി വരും, ഇല്ലെങ്കിൽ പിള്ള ഇത് തന്നെ പറഞ്ഞ് നിങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ തുടരുകയും ചെയ്യും. അപ്പോൾ പുറത്താക്കുക എന്ന തീരുമാനത്തിലേക്ക് പോകേണ്ടി വരുമോ മുന്നണി നേതൃത്വത്തിന്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയില്ല. കാരണം അദ്ദേഹത്തിനെ അങ്ങനെ പുറത്താക്കാൻ പാകത്തിന് സഹിക്കാനാവാത്ത രീതിയിൽ അദ്ദേഹം UDFനെ പീഡിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനവും അദ്ദേഹത്തിൻ്റെ താല്പര്യം, ഞാൻ മുമ്പും പറയാറുള്ള അതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, അദ്ദേഹം ഒരു ഭൈമി കാമുകനാണ്, അദ്ദേഹത്തിന് വേറെ ലക്ഷ്യങ്ങളുണ്ട്. ആ സ്ഥിതിക്ക് ആ ലക്ഷ്യം സാധിക്കുന്നതിനുള്ള ഒരു സമ്മർദ്ദ തന്ത്രം UDFന്റെ മേൽ അദ്ദേഹം പ്രയോഗിക്കുന്നു. അദ്ദേഹം പയറ്റുന്ന ആ സമ്മർദ്ദതന്ത്രം നിങ്ങൾക്ക് വലിയ അവമതിപ്പുണ്ടാക്കുന്നുണ്ട് ഈ സംസ്ഥാനത്ത്. ഈ മുന്നണിയിലെ സ്ഥാപക നേതാവെന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഈ മുന്നണിക്കകത്ത് പല ആളുകളും അഴിമതിക്കാരാണെന്നും അത് ഞാൻ തുറന്നു പറയുമെന്നും പറഞ്ഞു നടന്നാൽ അത് നിങ്ങൾക്ക് വലിയ മോശമുണ്ടാക്കുന്നില്ലേ? അതല്ല ഇന്നലെ UDF യോഗം ഏറെ നേരം ചർച്ച ചെയ്യുകയും കടുത്ത അതിർത്തി മുന്നണിക്കുണ്ട് എന്ന് പറയുകയും ചെയ്തത്. അത് ചെറിയ കാര്യമായി മുന്നണി നേതൃത്വം കാണുന്നില്ല. അതേ നില തുടരുകയാണ് ബാലകൃഷ്ണപിള്ള. നിങ്ങളുടെ അനുനയ ശ്രമങ്ങളൊക്കെ അദ്ദേഹം തള്ളുകയാണ്. അത് ഇതുകൊണ്ടാണെന്നേ, അദ്ദേഹം ഒരു സമ്മർദ്ദ തന്ത്രം ഉപയോഗിക്കുന്നു. മുന്നണിയിൽ പലരും അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രം കൊണ്ടുവന്ന് UDFനെ കുറച്ച് അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നു. അദ്ദേഹം ഒരു ഭൈമി കാമുകനാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം അതാണ്. അദ്ദേഹത്തിന് വേറെ ലക്ഷ്യങ്ങളുണ്ട്, മുന്നണിയിൽ തന്നെ അദ്ദേഹത്തിന് വേറെ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പിടിവാശിയും അദ്ദേഹം ആവശ്യപ്പെട്ടതും അനുസരിച്ച് പിന്നീട് പല കേസുകളിൽ കുടുങ്ങപ്പെടുകയും ആ കേസുകളുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ടി വന്ന മന്ത്രിയായ അദ്ദേഹത്തിന്റെ മകന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. അതാണ് നിങ്ങൾ എല്ലായ്പ്പോഴും അദ്ദേഹം ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് പറയുന്ന മറുപടി. എങ്കിൽ ഇവിടെ ഉപഭോക്തൃ കോടതികൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിക്കെതിരെ ഞാൻ 2 പരാതികൾ പറഞ്ഞു, അതിൻ്റെ വിശദാംശങ്ങൾ എഴുതി നൽകി, ഒരന്വേഷണവും മുഖ്യമന്ത്രി നടത്തിയില്ല എന്ന് ബാലകൃഷ്ണപിള്ള പറയുന്നു. അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച UDF യോഗത്തിൽ എനിക്കും ജോർജിനുമെതിരെയുള്ള വിവരങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്നെ വിളിക്കാതിരിക്കുകയും ജോർജിനെ വിളിക്കുകയും ചെയ്യുക. കാരണം എനിക്ക് ഒരു MLA ഉള്ളൂ, ജോർജിന് 9 MLAമാരുണ്ട്. ആ വിവേചനം കാട്ടുക. UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപക നേതാവെന്ന് അവകാശപ്പെട്ട് നടക്കുന്ന അദ്ദേഹത്തെ ആ മുന്നണി യോഗത്തിലേക്ക് വിളിക്കാതിരിക്കുന്ന അങ്ങേയറ്റം മാന്യതാരഹിതമായ നിലപാട് സ്വീകരിക്കുക. ഇതൊക്കെ ചെയ്യുന്ന വഞ്ചനാപരമായ അല്ലെങ്കിൽ നിഷേധാത്മകമായ നിലപാട് പിള്ളയോട് കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനാദ്യം മാപ്പ് പറയട്ടെ ഇവർ, എന്നിട്ട് ഞാൻ മാന്യനാകാമെന്നാണ് പിള്ളയുടെ നിലപാട്. അദ്ദേഹത്തെ UDF യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് നേരിട്ടറിവില്ല. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. പക്ഷെ UDF യോഗത്തിൽ പങ്കെടുത്ത് സ്വന്തം പ്രതിഷേധവും സ്വന്തം പരിദേവനവും പറയുന്നതിന് അദ്ദേഹത്തിന് നിയമപ്രകാരം സാഹചര്യമുള്ളയാളാണ്. അതാണ് ജോസഫ് പുതുശ്ശേരി. കെ എം മാണി ഇനിയിപ്പോ
അഴിമതിക്കാരനല്ല എന്ന് നിങ്ങളുടെ ഏതൊക്കെ നേതാക്കൾ പറഞ്ഞു നടന്നാലും മുന്നണിയിലെ ആരൊക്കെ പറഞ്ഞാലും പ്രമുഖനായ നേതാവ് ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹം അഴിമതിക്കാരനാണെന്ന നിഴൽ വീഴ്ത്തി തന്നെയാണ് തുടരാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ കൊടുത്ത അതൃപ്തി സൂചനകളോ അല്ലെങ്കിൽ താക്കീതിൻ്റെ സ്വരമുള്ള ഇത്തരം ശാസനകളോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. പരാതിയില്ലേ നിങ്ങൾക്ക്? മുന്നണിക്കകത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നില്ല, ഇത്തരത്തിൽ എതിർ നിലപാടുള്ളവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നുവെന്ന്? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നെ UDF തീരുമാനം എടുക്കട്ടെ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. UDF ഇക്കാര്യം ആലോചിച്ചിട്ടുണ്ട്. UDFന്റെ തീരുമാനം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് ഇന്നലെയും ഇന്നുമായി വന്നിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം നിലപാട് സ്വീകരിക്കട്ടെ. പിന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, മനോഹരൻ, അഭിലാഷ് അടക്കമുള്ള ആളുകൾ പിന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പഴയ ചരിത്രം നമുക്ക് പരിശോധിക്കേണ്ടതായി വരും. അത് ഓർത്തുകൊണ്ടായിരിക്കണം എല്ലാ പ്രയോഗങ്ങളും എന്ന് വിനയപൂർവ്വം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജേക്കബ് ജോർജ്, മര്യാദക്കാണെങ്കിൽ പിള്ളയ്ക്ക് തുടരാം, അല്ലെങ്കിൽ എന്തു വേണമെന്ന് പിള്ള തന്നെ തീരുമാനിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒരു കടുത്ത നടപടിക്ക് വേണ്ടി വന്നാലും മടിക്കില്ല എന്ന സൂചന അതിൽ കാണേണ്ടതുണ്ടോ, അതോ അതങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളോ? അല്ല, അത് ഉമ്മൻചാണ്ടിക്കറിയാം. ഒരിക്കലും രാഷ്ട്രീയ മര്യാദകളോ സാമാന്യ മര്യാദകളോ പാലിക്കുന്ന ആളല്ല ബാലകൃഷ്ണപിള്ള. ജോസഫും പുതുച്ചേരിക്കറിയാം. ഞങ്ങൾ ജോസഫും പുതുച്ചേരിയും ഒക്കെ ബാലകൃഷ്ണപിള്ള ഒരിക്കൽ രാജിവെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത MLA ജോസഫും പുതുച്ചേരിയാണ്. ബാലകൃഷ്ണപിള്ളയുടെ മകനല്ലാത്തത് കൊണ്ട് മാത്രം പുതുച്ചേരിക്ക് മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടു. അതും നമുക്കറിയാവുന്ന കാര്യമാണ്. പുതുച്ചേരി അങ്ങപ്പുറത്തുണ്ടല്ലോ. അപ്പോ അങ്ങനത്തെ മര്യാദകളോ ഒന്നുമില്ല. അത് എനിക്കെന്ത് കിട്ടും, എന്റെ കാര്യം മാത്രം എന്ന ലക്ഷ്യവുമായിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ഇതുപോലെയുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളുടെ ഉടമസ്ഥന്മാരെ ഈ UDF രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ പറ്റിയ സുവർണ അവസരമാണ് UDFന്. അതവർ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ബഹുമാനപ്പെട്ട ലാലി വിൽസന്റെയോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്. അതെന്തുകൊണ്ടാണ് ശ്രീമതി ലാലി വിൽസന്റ് അത് ഉപയോഗപ്പെടുത്താത്തത്? ഇത്തരം അനാവശ്യമായ അല്ലെങ്കിൽ ദുഷ്പേരുണ്ടാക്കുന്ന വൻമരങ്ങളെ വെട്ടിവീഴ്ത്താൻ മടിക്കുന്നത് LDF പാളയത്തിലേക്ക് അവർ പോകുമെന്ന അല്ലെങ്കിൽ LDFന്റെ അത്തരം ആ രാഷ്ട്രീയ നീക്കത്തിൽ പകച്ചുപോയതാണോ UDF നേതൃത്വം? നമുക്ക് പകച്ചു പോയത് കൊണ്ടുമല്ല, അവർ LDFന്റെ പാളയത്തിലേക്ക് പോകുമെന്നുള്ള ഭയവുമില്ല. നാം കാണിക്കുന്നത് ജനാധിപത്യ മര്യാദയാണ്. UDF ആയി നിന്നുകൊണ്ട് വോട്ട് വാങ്ങി ജനങ്ങളുടെ അടുത്ത് ഭരണം കാഴ്ചവെക്കാൻ സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയ ഒരു ഭരണകൂടം 5 വർഷം തികച്ച് അപ്പോൾ കൂടെ നിന്ന എല്ലാവരെയും ചേർത്തുകൊണ്ട് 5 വർഷം തികച്ച് ഭരിച്ച് വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ള ജനാധിപത്യ സമ്പ്രദായപരമായ മര്യാദയാണ് നമ്മൾ പാലിക്കുന്നത്. നാം കൊടുക്കുന്ന മര്യാദ നമ്മുടെ ഹൃദയവിശാലത കൊണ്ടും നമ്മുടെ രാഷ്ട്രീയ കീഴ്വഴക്കം കൊണ്ടും രാഷ്ട്രീയ മെയ്വഴക്കം കൊണ്ടും മാത്രം നാം ചെയ്യുന്നതാണ്. അത് മനസ്സിലാക്കി അതിൻ്റെ നന്മ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ, അദ്ദേഹം സ്വയം പുകഞ്ഞ കൊള്ളിയാവുകയാണെങ്കിൽ കോൺഗ്രസിന് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ജോസഫ് പുതുശ്ശേരി ഏതായാലും അദ്ദേഹത്തെ ഇപ്പോൾ പുറത്താക്കാൻ പോകുന്നില്ല. അദ്ദേഹം പക്ഷേ ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. അഴിമതിക്കെതിരെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ എത്ര ചവിട്ടിത്താക്കാൻ നോക്കിയാലും KM മാണിക്കെതിരെ അടക്കമുള്ള അഴിമതി ആരോപണങ്ങളെ പൊതുമണ്ഡലത്തിൽ സജീവമാക്കി നിർത്തുന്നതിൽ നിങ്ങളുടെ മുന്നണി നേതാവായ ആർ ബാലകൃഷ്ണപിള്ള സുപ്രധാനമായ പങ്ക് വഹിച്ചുകൊണ്ടേയിരിക്കും. അക്കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് വിശാല മനസ്കത ഉണ്ടാകുമോ പിള്ളയെ സഹിക്കാൻ? അല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ജേക്കബ് ജോർജ് സജീവ പത്രപ്രവർത്തനം ഉണ്ടായിരുന്ന കാലത്ത് പരമ്പര എഴുതിയിട്ടുള്ള ആളാണ് എന്നാണ് പരമ്പര, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പരമ്പര എഴുതിയിട്ടുള്ള ആളാണ്. അപ്പം ഇതൊക്കെയാണ് കേരളത്തിന്റെ ചരിത്രം എന്ന വസ്തുത മറന്നുകൊണ്ട് ഒരു മഹത്വവൽക്കരണം നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എങ്ങനെയാണ് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ മനസ്സിലാവാത്തത്. ഇതുമായി ബന്ധം പിന്നെ ഇടതുപക്ഷ മുന്നണിയുടെ കാര്യത്തെക്കുറിച്ചൊന്നും ആ നിലപാടിനെ കുറിച്ച് എത്രയോ ദയനീയമായൊരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂട് വെച്ച് കാത്തിരിക്കുക, ഒഴുക്കിന് വല്ലവരെയും കിട്ടുമോ എന്ന് വിചാരിക്കും. ഈ മുന്നണിയിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്നെങ്കിൽ, ആരെങ്കിലും പൊഴിഞ്ഞു പോകുന്നെങ്കിൽ പിടിക്കാമെന്ന് കരുതി കൂട് വെച്ച് കാത്തിരിക്കുന്ന അതിദയനീയമായ ചിത്രമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതാണ് ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച തോമസ് ഐസക്കിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. അതിനപ്പുറത്ത് പിന്നെ അടിസ്ഥാനപരമായ ആദർശപരമായ എന്തെങ്കിലും നിലപാട് LDFന്റെ ഇക്കാര്യത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അതുകൊണ്ട് LDFന്റെ നിലപാടും അവസരവാദപരമായ
നിലപാട് സ്വീകരിക്കുകയാണ്. പിന്നെ മുന്നണിയെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു മുന്നണി മുന്നോട്ട് പോകുമ്പോൾ അതിന് ചില പെരുമാറ്റ പിന്നെ രീതികളുണ്ട്, ചില ചട്ടങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ അപ്പുറത്തേക്ക് പോകുന്ന ഘട്ടം ഉരുവായ സാഹചര്യത്തിലാണ് മുന്നണി നേതൃത്വം ഇക്കാര്യം ചർച്ച ചെയ്തു. അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു. കാരണം മുന്നണി വളരെ വിശാല എല്ലാവരെയും ഉൾക്കൊണ്ടു പോകണം എന്നുള്ള താല്പര്യത്തോടു കൂടി തന്നെ ചില തീരുമാനങ്ങൾ എടുത്തു. ബിഗ് ഷോർ ഇന്ന് പൂർണ്ണമാവുകയാണ്. പങ്കെടുത്തവർക്കെല്ലാം നന്ദി. നമസ്കാരം.